എന്തെന്നാളെ 24 മണിക്കൂർ ഫോണും കുത്തിയിരുന്നാലേ അടുപ്പത്ത് ചോറ് വേവൂല. ഇന്നും കൂടി അരിയുള്ളൂ. ഞാൻ എന്താക്കാനാളെ പണിയും കിട്ടണ്ടേ? അല്ല, അടുത്ത മാസത്തെ വാടക കൊടുക്കാൻ എന്നാ പ്ലാൻ ചെയ്തേ? ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാൻ പോലും ഉള്ളടുത്ത് പൈസ ഇല്ലേ? അത് നമുക്ക് എന്തെങ്കിലും ആക്കാമോ? ഞാൻ ഇപ്പം എന്താ ചെയ്യണ്ടേ? എത്ര ദിവസമായി ഞാൻ പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് പൊടി തട്ടിയെടുക്കാന്ന്. നമ്മൾ രണ്ടാളും വിചാരിച്ചാലോ നടക്കും. യൂട്യൂബിലെല്ലാം വീഡിയോ ആയിട്ടില്ല എന്തെങ്കിലും പൈസ കിട്ടുക? എൻ്റെ ചാനലിലെ ഒരു വീഡിയോ കൊണ്ടാണ് മോണിറ്റൈസേഷൻ ആയത്. 50,000 വരെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിന്. നമ്മൾ ഒളിച്ചോട്ടോ പ്രശ്നയിലായിട്ട് പിന്നെ എനിക്ക് എൻ്റെ ചാനലേ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. ഞാൻ സമയമായി, പിള്ളേർ കളിക്കാൻ വിളിച്ചിന്, ഗ്രൗണ്ടിൽ പോയിട്ടായിരുന്നു. 3 മാസമായിട്ട് ആൾ ഇവിടെ വന്നിട്ട് അപ്പോഴത്തെ കമ്പനിക്കാരുണ്ടാക്കി ഇതുപോലെ ഒരു പണി ഉണ്ടാക്കിയിരിക്കണ്ട എന്തേനു ആരോട് പറയും. ഹലോ, ഇങ്ങോട്ടല്ലേ? ഞാൻ എത്താനായി. ഓക്കെ. ആരേനു? മോളെ, ഞാനിവിടെ അടുത്തുള്ളതാ, കുറച്ച് വെള്ളം തരുവാ? എന്നാ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം ഒന്ന് ഇരുന്നങ്ങ് കുടിക്കാം. മോളെ, ഇതെന്തിനാ പേടിക്കുന്നേ? ഞാൻ പണ്ട് കണ്ടതിനെക്കാട്ടി നല്ല ഉഷാറാക്കില്ല. നീ ഇവിടെ രണ്ടാളും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. എൻ്റെ ചെക്കൻ പോകുന്ന ഞാൻ കണ്ടതാ. ഇനി കളിയൊക്കെ കഴിഞ്ഞ് വരാൻ ഒരുപാട് സമയാവൂലേ? ഇനി ഒച്ചെടുത്തിട്ടൊന്നൊരു കാര്യമില്ല മോളെ. മോനെ ഒരുപാട് ദൂരത്തല്ലേ കളിക്കാൻ പോയേ. പിന്നെ രാധേച്ചില്ല അമ്പലത്തിൽ ഉത്സവത്തിന് പോയതാ. പിന്നെ ഞാൻ വന്നേ. എടാ, ഇനി അറിഞ്ഞാ നമ്മളെ സ്വരൂപൻ നമുക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണല്ലേ. സീരിയസ് ആണെന്നാ പറഞ്ഞേ. ഇല്ല, ഞാൻ ഡ്രസ്സ് മാറ്റാൻ വന്നതാ. ഒന്ന് പോകണം. അഞ്ഞങ്ങത്തുവാ? ആയിക്കോട്ടെ. ഓക്കെ. അമ്മോ 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 എടുത്തോ. അമ്മോ 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 ഇവള് പോയി. അമ്മോ അമ്മോ തുറക്കമ്മോ. അമ്മോ ഇനി ഏടെ പോയി കിട. എന്നമ്മോ ഇങ്ങനെ കരയുന്നേ? എന്നാ ഇങ്ങനെ കരയുന്നേ? അവിടെന്നാ എന്നാ ഇവിടെ എന്നാ? വാതിലടിച്ചിട്ട് വാടി അടക്കാൻ. നിങ്ങളാരാ? എന്തിനെങ്ങനെയെല്ലാം ചെയ്യുന്നേ? രണ്ടാളും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ മുഖങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അമ്മോ, ആരാത്? ഇങ്ങനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലേ? ഈ ടോക്ക് നല്ലോണം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം.
വാ. അമ്മോ എടാ വിടടാ അമ്മോ. വാ മോളെ വാ. അമ്മോ എടാ അവളെ വിടടാ, അവളൊരു പാവാടാ. എടാ അവള് പാവാടാ, അവളൊന്ന് വെറുതെ വിട് പ്ലീസ്. എനിക്ക് എന്താന്ന് വെച്ചാ തരാ, എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ. പാവാ ഇവള്. എടാ എനക്കൊരു മോനുണ്ടേനടാ, ഒരാളെപ്പോലെ ഉപദ്രവിക്കാത്ത എൻ്റെ മോയെ. എൻ്റെ ആ മോനെ കൊന്നാരാന്നറിയാ? ഇവളാ കൊന്നേ. അമ്മോ എന്താ ഇയാള് പറയുന്നേ? ഞാനെ കൊന്നെന്നോ? നിനക്ക് ആള് മാറിപ്പോയതാ. എൻ്റെ അമ്മ അങ്ങനത്തെ ഒരാളല്ല. അമ്മൂസ് വ്ലോഗ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഉടമ ആരാടാ? ഡോ കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. കൊറേ നേരമായാലും ഇങ്ങോട്ട് കേറി വരുന്നേ. കൊറേ നേരമായിട്ടാ ഇവരിങ്ങനെ ഇങ്ങോട്ട് കേറി വരുന്നേ. അയ്യോ ഞാൻ മൊബൈൽ ഉപയോഗിക്കായിരുന്നു. ഞാനൊന്നും ചെയ്യില്ല ചേട്ടാ. നീ ചെയ്യാണ്ട് വെറുതെ അവർ പറയും ഒരാളെ. കേട്ടോ ഒന്ന് വണ്ടി എടുത്താ കേട്ടോ, വണ്ടി എടുത്തേ, വണ്ടി എടുത്തേട്ടാ, വണ്ടി എടുത്തി ഇങ്ങോട്ട് ഓടാ. നിങ്ങൾ ചെറിയോടെ നടക്കുക. നീ ചെയ്യാണ്ട് ഒരു കുട്ടി അങ്ങനെ പറയാ. ചെറിയോൾ എന്തോ ഇല്ലെങ്കിൽ കൊറേ കളിക്കുന്നു, കൊറേ പറയുന്നു. ചെയ്യാണ്ട് എന്താടാ ചെയ്യാണ്ട്. ഇതാണ് ഞങ്ങൾ 3 പേര് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യനാണ് വന്നിട്ട് ഇടങ്ങാറാക്കാൻ നോക്കിയത്. ഇനി ഇതുപോലെ ആരും ചെയ്യാൻ പാടില്ല. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മൊബൈൽ നോക്കിയല്ലോ ചേച്ചി. നമ്മളെ നാട് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ പോന്നേ. എന്താ ചെയ്യാ, ഇപ്പോഴത്തെ പിള്ളേര് അല്ല നമ്മുടെ വൈറൽ താരല്ല പോന്നെ. ഡാ ഇഞ്ഞൊന്നാടെ നിന്നേനെ. നീ എന്ത് തോന്നിയതാ കാണിച്ചേ? നാട്ടുകാർ മുഴുവനും കണ്ടല്ലോ. മെമ്പറെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ ഓട്ടോക്കാരി എന്നുള്ള സത്യ. ആ കുട്ടി വെറുതെ കള്ളത്തരം പറയുന്നതാ. എടാ വീഡിയോയിൽ ഞാൻ മുഴുവനും കണ്ടതാ. ഇഞ്ഞോളെ മേത്തേക്ക് വരക്കുന്ന ഞാൾ കണ്ടില്ല. എന്റെ രമേശ് ഏട്ടാ, ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ എങ്ങനെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ആ വീഡിയോയിലൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കുന്നതാ. ആ ഇതിപ്പം വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറയാലോ മോനെ. ഇത് ഞാള് കൊറേ കണ്ടതാ. നിങ്ങളെല്ലാം എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മോനെ നീ കുടുംബം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവനെല്ലാം പിടിച്ച് ജയിലിലിടണ്ട്. എന്താ മോനെ? അമ്മേ, അമ്മേന്റെ ഫോണിടെ ഇനി ഫോൺ എടുക്കണ്ടേ? താമേ നീ എന്തെല്ലാം മോനെ പറയുന്നേ? ഫോൺ അമ്മ ഇന്ന് ഉപയോഗിക്കണ്ട കേട്ടാ. പോലീസ് വരും. പോലീസ് എന്തിനാ മോനെ? ഞാനൊരു തെറ്റ് എന്തെന്നാ മോനെ പറയുന്നേ? എന്തിനാ പോലീസ് വരുന്നേ? പിന്നെന്താ മോനെ നീ കുടുംബം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിപ്പം വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറയാലോ മോനെ. ഇത് ഞാള് കൊറേ കണ്ടതാ. ഇഞ്ഞോളെ മേത്തേക്ക് വരക്കുന്ന ഞാൾ കണ്ടില്ല.
യൂട്യൂബ് ചാനലിലെ റീച്ചിന് വേണ്ടി ഇഞ്ഞി കൊന്നു കളഞ്ഞത് എൻ്റെ മോനെയാ. ആ വിഷമത്തിലാണ് എൻ്റെ ഭാര്യ മരിച്ചത്. നീ പറമോളെ, എൻ്റെ മോനിനോട് മോശമായിട്ട് പെരുമാറിക്കാന്ന്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നത്തെ പൊട്ട ബുദ്ധിക്ക് പറ്റിപ്പോയതാ, സോറി. യൂട്യൂബ് ചാനലിലെ റീച്ചിനല്ലേ എൻ്റെ പോലെ കൊന്നു കളഞ്ഞ്. രണ്ടെണ്ണത്തിന് കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ജീവനില്ലാതാക്കാൻ എന്നെ കൊണ്ടാവൂല. പോട്ടെ.